ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് APM 2.8ൻ്റെ രണ്ട് കണക്ഷനാണ് കാണിക്കുന്നത്. നമ്മുടെ GPS കണക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ മാഗ്നോമീറ്ററിൽ രണ്ട് പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. സാധാ ടൈപ്പും അതുപോലെ തന്നെ C12 ടൈപ്പും. അതിൽ C12 നമ്മൾ മാറ്റുന്നത് നമ്മുടെ അതിനുള്ള ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യണം. അതിൽ സോൾഡറിങ് ചെയ്താണ് നമ്മൾ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ ബെൽ ബട്ടണും ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പം നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ GPS കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ വയറുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിലേക്ക് രണ്ട് സെറ്റാണ് വരുന്നത്. ഒന്ന് നമ്മുടെ GPS വേണ്ടിയിട്ടും രണ്ടാമത്തെ വരുന്നത് എൻ്റെ മാഗ്നോമീറ്ററിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ അതിൽ GPS അതിൽ 4 വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GPS അതിൽ 4 വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും ഒരു ഗ്രീനും ഒരു യെല്ലോയാണ് വരുന്നത്. അതിൽ ബ്ലാക്ക് നെഗറ്റീവ് സപ്ലൈയും റെഡ് പോസിറ്റീവ് സപ്ലൈയാണ്. 3.3 വോൾട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീനും യെല്ലോയും അതിൻ്റെ TX ഉം RX ഉം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കോമ്പസിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്ലസും മൈനസും നമുക്ക് ഓൾറെഡി നമ്മുടെ GPS-ൻ്റെ പോർട്ടിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്ലസും മൈനസും കൊടുക്കേണ്ട ആവശ്യമില്ല. 4 കണക്ഷൻ കൊടുക്കാതെ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ 2 കണക്ഷൻ വയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് SDA ഒന്ന് SCAL ആണ്. അപ്പോൾ ആ 2 കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ GPS കണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ സാധാരണ ഇതിൻ്റെ ബോർഡിൽ വരുന്നത് ഇതിനുള്ളിൽ ഹാർഡ്വെയറിൽ കിടക്കുന്നത് നമുക്ക് GPS-ൻ്റെ ആ പോർട്ടും അതുപോലെ തന്നെ GPS-ൻ്റെ നേരെ താഴെ തന്നെ ഒരു പോർട്ട് വരുന്നുണ്ട്. അതാണ് മാഗ്നോമീറ്ററിലേക്ക് കണക്കാനുള്ള കണക്ഷൻ. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഫീച്ചേഴ്സും കുറച്ച് ഓപ്ഷൻസൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് 12C പോർട്ടിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ 12C എന്ന പോർട്ടിലേക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ ഇതിനുള്ളിലെ ബോർഡ് നമുക്ക് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബോർഡ് നമുക്ക് ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12Cയിലേക്ക് കണക്ട് ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ കമ്പനി തന്നിരിക്കുന്ന ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുന്നത് GPS-ൻ്റെ പോർട്ടിലും താഴെ വരുന്ന GPS-ൻ്റെ പോർട്ട് നമുക്ക് അതേ പോർട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ മാഗ്നോമീറ്ററിൻ്റെ പോർട്ട് മാത്രമേ മാറ്റം വരുന്നതിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. ഇതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോമ്പസ് കൊടുക്കണമെങ്കിൽ നമുക്ക് 3 സോക്കറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ജമ്പർ പിന്ന് അതിൽ ഒന്ന് ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ടിങ് തൊട്ട് 1 2 3 എന്നുണ്ട്. അതിൽ 1 2 3 1 നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള കോമ്പസാണ്. ഇത് മാഗ്നോമീറ്ററിൽ ഇൻറ്റേർണൽ ഇല്ലാത്തൊരു ഇതാണ്. ഉള്ളതാണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ കൊടുത്ത് ഇതിൻ്റെ മാഗ്നോമീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ GPS ഇല്ലാതെ ഫ്ലൈ ചെയ്യണമെങ്കിലൊക്കെ ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻറ്റേർണൽ കോമ്പസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എക്സ്റ്റേണലായിട്ട് കോമ്പസും അതേപോലെ GPS കൂടെ യൂസ് ചെയ്യില്ല. അപ്പോൾ GPS യൂസ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ജമ്പറിലാണ് കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അയക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ നമുക്ക് ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ബോർഡ് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള 4 സ്ക്രൂ വരുന്നുണ്ട്. മെറ്റൽ സ്ക്രൂ ആണ് വരുന്നത്. ആ സ്ക്രൂ നമുക്ക് ചെറിയ സ്റ്റാർ സ്ക്രൂ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്തതിന് ശേഷം അതിൻ്റെ ബോർഡിലേക്കുള്ള ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ കാണാം. അപ്പോൾ നേരെ അതിൻ്റെ ആ ബോർഡൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണലും ഇൻറ്റേർണലും ആക്കാൻ മാഗ്നോമീറ്ററിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഈ ഒരു ജമ്പർ പിൻ ഇതാണ് ഫസ്റ്റത്തെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ തേർഡ് പിൻ. അതാണ് നമുക്ക് ഞാൻ സോൾഡർ ചെയ്ത് ബ്ലാക്ക് ഇൻസുലേഷൻ വെച്ചിട്ടാണ് എക്സ്റ്റേണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സാധാ പോർട്ടും അതുപോലെ തന്നെ ഇതിലെ രണ്ടാമത്തെ നമ്മുടെ 12Cയിലേക്ക് മാറ്റാണ്. 12Cയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേരെ ഇതിൽ കാണാൻ നിങ്ങൾക്ക് MUX SD ഫസ്റ്റ് വരുന്നത് MUX അതുപോലെ സ്കാള് ഈ ഒരു പോർട്ടിൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കാണുന്ന ഈ പോർട്ടിലേക്ക് വരുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് MUX TXOOSD. ഈ ഇത് ഒറ്റൊന്ന് മാത്രം നമുക്ക് ഷോർട്ടാക്കി ബാക്കിയൊക്കെ ഓപ്പൺ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ പഴയ ഒരു കണക്ടറിലേക്ക് നമുക്ക് കോമ്പസ് കണക്ട് ചെയ്യാൻ കഴിയും. അതാണ് കമ്പനി വരുന്നത്. അപ്പോൾ ആ ഒരു ഞാൻ ഡിസോൾഡറിങ് ചെയ്ത് കണ്ട് എക്സ്റ്റേണൽ നമ്മൾ 12Cയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇത് നിൽക്കുന്നത് നമ്മൾ ഓപ്പൺ ആക്കിയതാണ്. ആ ഒരു സോൾഡർ ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ നേരെ 12Cയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ സോൾഡർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മേലെ MUX നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ രണ്ടാമത്തെ MUX കീക്കാളും അതുപോലെ തന്നെ 1 2 3 4 5 അഞ്ചാമത്തെ ആ പോയിന്റിലെ MUX FD AU ആണ് നമ്മൾ ഷോർട്ട് ചെയ്തത്. അപ്പോൾ 2 നമ്മൾ ഷോർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ഓപ്പൺ ചെയ്തു. അതുപോലെ രണ്ടാമത്തെ 2ഉം അതുപോലെ 5ാമത്തെ നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ
12C നമുക്ക് മാഗ്നോമീറ്റർ കണക്ട് ചെയ്യാനുള്ള വിധത്തിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാർഡ്വെയറിൻ്റെ ചേഞ്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യാൻ സ്ക്രൂ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ നേരെ കണക്ഷൻ നേരെ കാണിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 12C പോർട്ടിലേക്കാണ് നമ്മളിപ്പം കണക്ട് ചെയ്തിരിക്കുന്നത്. 12Cയിലേക്ക് നമ്മൾ കോമ്പസിൻ്റെ അത് 2 വയറേ ഉള്ളൂ. ആ 2 വയറിലെ പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ GPS നേരത്തെ പറഞ്ഞ പോലെ മാറ്റമൊന്നുമില്ല. GPS നേരെ ആ ഒരു പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ കഴിയും. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മുടെ അടുത്ത പാർട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡ്രോണിൻ്റെ മേക്കിങ്ങിൻ്റെ പാർട്ടൊക്കെ വരുന്നവർ ഇത് സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.